മണിയമ്പിള്ള രാജുവിനെ ഇപ്പൊ തൂക്കിക്കൊന്നു എന്ന് ചോദിക്കുന്നതിലും അതിശയമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കഥകളാണ് നമ്മളുടെ നാട്ടിലെ മാധ്യമങ്ങൾ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് വിവാദമാണ് വേണ്ടത്. അവർക്ക് മറ്റ് വാർത്തകളോ മറ്റു കാര്യങ്ങളോ ഒരുപാട് നല്ലത് നടക്കുന്നുണ്ട് നാട്ടിൽ, അതൊന്നും അവർക്ക് കാണേണ്ട കാര്യമില്ല. അവർക്ക് വിവാദങ്ങൾ മാത്രം മതി. ഇപ്പോ മണിയമ്പിള്ള രാജു അയാളെ ഒന്ന് കിട്ടിയപ്പോൾ ഒന്ന് വിവാദമുണ്ടാക്കി ഒന്ന് ഹൈപ്പാക്കാൻ നോക്കിയതാണ്. പക്ഷെ അത് ചീറ്റിപ്പോയി. കാരണം CCTV റെക്കോർഡുകൾ വന്നതുകൊണ്ട്. ഇപ്പൊ നമുക്ക് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മണിയമ്പിള്ള രാജുവിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. വളരെ സാവധാനം റോട്ടിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കേറുന്ന വണ്ടിയാണ് രാജുവിന്റെ വണ്ടി. അതിലേക്ക് കൊണ്ടുവന്ന് പാഞ്ഞിടിക്കുകയായിരുന്നു ഈ കൊണ്ടുവന്ന പിള്ളേരുടെ ബൈക്ക്. അപ്പോൾ തെറ്റ് അവരുടെ ഭാഗത്ത് തന്നെയാണ്. അമിതമായ വേഗതയിൽ വന്നിട്ട് ഹൈവേയിൽ പോകുന്ന സമയത്ത് ഒരു വണ്ടി ക്രോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ സ്ലോ ചെയ്യണം. ഉറപ്പായിട്ടും സ്ലോ ചെയ്തേ പറ്റൂ. അപ്പോൾ അതുപോലും അറിയാതെ കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റുകയായിരുന്നു. പിന്നെയും രാജുവിന്റെ പുറകെയാണ് പത്രങ്ങൾ പോകുന്നത്. കാരണം ഈ പിള്ളേരുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരു വിവാദം ഉണ്ടാവില്ല. മണിയമ്പിള്ള രാജു എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ കുറച്ച് സ്റ്റാറ്റസും അന്തസ്സും ഉള്ളവനാണ്. ഒരു എല്ലാത്തിലും ഉപരി ഒരു സിനിമ ആക്ടർ കൂടിയാണ്. അപ്പൊ എന്താണ്, കുറച്ചും കൂടി ഹൈപ്പ് കിട്ടും. അത് നന്നായിട്ട് ഒന്ന് പുകയ്ക്കാൻ നോക്കിയതാ. പക്ഷെ ആ പുകയിൽ വെള്ളം വീണപ്പോ, CCTV എന്ന വെള്ളം വീണപ്പോ കെട്ടുപോയി.